ആലപ്പുഴയിലെ കലവൂർ സുഭദ്ര കൊലക്കേസിൽ കർണാടകയിൽ നിന്ന് പിടിയിലായ പ്രതികളെ അല്പസമയത്തിനകം ആലപ്പുഴയിലെത്തിക്കും. ഇന്നലെ ഉച്ചയോടെ മണിപ്പാലിൽ നിന്നാണ് പ്രതികളായ മാത്യൂസിനെയും ശർമ്മിളയെയും അന്വേഷണ സംഘം പിടികൂടിയത്. ഉടുപ്പിയിൽ ഒളിച്ചു താമസിക്കവേ പ്രതികൾ വീണ്ടും കൊച്ചിയിലെത്തിയെന്ന് പോലീസ് കണ്ടെത്തി. ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി മനീഷ് മഹിവാൽ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇത് ആലപ്പുഴയെ സംബന്ധിച്ച് ഇത് 5 മാസത്തിനിടയിൽ ഒരാളെ കൊലപാതകം നടത്തിയ ശേഷം കുഴിച്ചിടുന്ന 5ാമത്തെ സംഭവമാണ്. ഇത് നാടിനെ നടുക്കിയ സംഭവമാണ്. ഈ കേസിൽ എന്താണെങ്കിലും പ്രതികളെ ഇന്നലെ ഉച്ചയോടെ മണിപ്പാലിലേക്കുള്ള യാത്രാമധ്യയാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ ഒരു സ്വകാര്യ വാഹനത്തിൽ ഇന്ന് ഏകദേശം 9 മണിക്ക് മുൻപ് ഇവരെ ആലപ്പുഴയിലെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്ന വിവരമാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വിശദമായി ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആദ്യഘട്ട പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ കഴിഞ്ഞ പോലീസിന് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ, അതായത് കഴിഞ്ഞ 10-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ് ഈ കൊലപാതക വിവരം, മൃതദേഹം പുറത്തെടുക്കുകയും ഈ നാടിനെ നടക്കുന്ന ഒരു കൊലപാതക വിവരം നാടറിയുന്നതും. ആ സമയം വരെയും ഇവർ എറണാകുളത്തുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്നും ദൃശ്യമാധ്യമങ്ങളടക്കം ഇവരുടെ ചിത്രങ്ങൾ പ്രചരിച്ച ഘട്ടത്തിലാണ് ഇവർ വേഷം മാറിയത്. അതായത് ശർമ്മിള ഒരു ഗ്ലാസ് ധരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മാത്യൂസ് സാധാരണ പോലെ അല്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണം അണിഞ്ഞുകൊണ്ടാണ് പിന്നീട് ട്രെയിൻ മാർഗം ഉടുപ്പിയിലേക്ക് പോയത്. ഉടുപ്പിയിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. അവിടെയും പോലീസ് സംഘം ഇവർക്ക് വേണ്ടി വല വിരിച്ചിരുന്നു. അതായത് 10-ാം തീയതിക്ക് ശേഷം ഇവർ ഉടുപ്പിയിലേക്ക് എത്തുന്നതിന് മുൻപ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അന്വേഷണ സംഘം അവിടെ ഉണ്ടായിരുന്നു. 10-അംഗ അന്വേഷണ സംഘത്തിൽ 4-അംഗ സംഘം നേരത്തെ ഇവർക്ക് വേണ്ടി വല വിരിച്ചിരുന്നു. കാരണം ഇവർ ഉടുപ്പിയിൽ നേരത്തെ കഴിഞ്ഞ മാസം ഇവർ ഉടുപ്പിയിലേക്ക് യാത്ര നടത്തിയിരുന്നു. ഉടുപ്പിയിൽ ഇവർ സ്വർണം പണയം വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശർമ്മിളയുടെ സ്വദേശവും ഉടുപ്പിയാണ്. അതുകൊണ്ട് തന്നെ എവിടെ കറങ്ങി തിരിഞ്ഞാലും ഇവർ ഉടുപ്പിയിൽ എത്തുമെന്ന പോലീസിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ തന്നെ അന്വേഷണ സംഘം ഉടുപ്പിയിൽ ഇവർക്ക് വേണ്ടി വലവിരിച്ചത്. ഉടുപ്പിയിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം അകലെയുള്ള മണിപ്പാലിൽ വെച്ച് ഇന്നലെ പോലീസ് സംഘത്തിന് സാഹസികമായ, അല്ലെങ്കിൽ വളരെ ട്രിക്കോട് കൂടി ഇവരെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. കൊലപാതകം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമാണ് ഇപ്പോഴും അഴിയാത്തൊരു രഹസ്യമായി നിലനിൽക്കുന്നത്. അതായത് സ്വർണം പണയം വെച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഈ കൊലപാതകം സ്വർണം അപഹരിക്കാൻ വേണ്ടി മാത്രമാണോ എന്നുള്ളതാണ് പോലീസിനെ വലയ്ക്കുന്നൊരു സംഭവം. ഈ കേസിൽ ശർമ്മിളയെ സംബന്ധിച്ചാണ് ഏറ്റവും ദുരൂഹമായ കാര്യങ്ങൾ നിലനിൽക്കുന്നത്. ശർമ്മിളയെ സംബന്ധിച്ച് പല കാര്യങ്ങളും ഇപ്പോഴും പോലീസിന് വ്യക്തമല്ല. ശർമ്മിളയ്ക്ക് രാജ്യത്തെ 7 ഭാഷകൾ അറിയാം. ഒപ്പം തന്നെ വിവാഹം കഴിക്കുന്നത് പോലും മാത്യൂസിൻ്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ്. അതായത് 3 വർഷങ്ങൾക്ക് മുൻപ് വിവാഹം കഴിച്ചവരാണ് ഇവർ. ആ സമയത്ത് 14 വയസ്സ്, മാത്യൂസിനേക്കാൾ 14 വയസ്സ് മൂത്തതാണ് ഈ ശർമ്മിള. നിലവിൽ 52 വയസ്സുണ്ട്. 38 വയസ്സാണ് മാത്യൂസ് ഉള്ളത്. അങ്ങനെ നേരത്തെ ഒരു വിവാഹം കഴിച്ച ആൾ കൂടിയാണ് ശർമ്മിള. അത്തരത്തിൽ നേരത്തെ വിവാഹം കഴിച്ചു വരും. തൻ്റെ പ്രായവും തൻ്റെ മറ്റ് വിവരങ്ങളുമെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള വിവാഹമായിരുന്നു മാത്യൂസുമായി നടന്നിരുന്നത്. ഒപ്പം തന്നെ മാത്യൂസിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ കൂടി പ്രതിയാണ് ശർമ്മിള. അങ്ങനെ ശർമ്മിളയെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ദുരൂഹമാണ്. കഴിഞ്ഞ 10-ാം തീയതി വാടക വീട്ടിൽ നിന്നും ഇവർ കഴിഞ്ഞ മാസം ഈ കൊലപാതകം നടത്തിയ ശേഷം ഇവർ വാടക വീട്ടിൽ നിന്നും പോകുന്ന ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിരുന്നു. ആദ്യം ഈ കേസ് അന്വേഷിച്ചത് കടവന്ത്ര പോലീസാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരു സാധാരണ മിസ്സിംഗ് കേസ് എന്ന ലാഘവത്തോടെ കടവന്ത്ര പോലീസ് കണ്ടെങ്കിലും പിന്നീട് മണ്ണഞ്ചേരി പോലീസിൻ്റെ മിടുക്കാണ്. ഈ മാസം 6-ാം തീയതിയോടുകൂടിയാണ് മണ്ണഞ്ചേരി പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുകയും പിന്നീട് 4 ദിവസങ്ങൾ, 6-ാം തീയതി കഴിഞ്ഞ് 10-ാം തീയതി തന്നെ ഈ കേസിൽ മൃതദേഹം കണ്ടെടുത്തത് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കയ്യടി കൊടുക്കേണ്ടത് ഈ പ്രതികളെ പിടികൂടുന്നതിലടക്കം ദിവസങ്ങൾക്കുള്ളിൽ 3 ദിവസങ്ങൾക്കടക്കം ഈ പ്രതികളെ പിടികൂടുന്നതിൽ മിടുക്ക് കാട്ടിയത് ആലപ്പുഴയിലെ അന്വേഷണ സംഘമാണ്. ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലെ 10-അംഗ അന്വേഷണ സംഘം, ആലപ്പുഴ DYSP, മണ്ണഞ്ചേരി ഇൻസ്പെക്ടർ, ഒപ്പം തന്നെ മണ്ണഞ്ചേരിയിലെ 2 SIമാർ, പിന്നെ SP-യുടെ സ്ക്വാഡിലെ മറ്റ് CPOമാർ അടങ്ങുന്ന 10-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 9 മണിയോടുകൂടി പ്രതികളെ ഇവിടെ എത്തിക്കും. അതിനുശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിൻ്റെ നീക്കം. ഒപ്പം തന്നെ ഈ കേസിൽ മറ്റൊരാൾ കൂടി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അത് മാത്യൂസിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. ഇയാളുടെ സുഹൃത്ത് കൂടിയാണ്. ഈ വാടക വീട് ഇവർക്ക് തരപ്പെടുത്തി കൊടുത്തത് റെയ്നോൾഡാണ്. ഈ റെയ്നോൾഡ് എന്ന വ്യക്തിയെ കൂടി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ ഇയാൾക്ക് കൊലപാതകമായി ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസിനെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇയാൾക്ക് മറ്റെന്തെങ്കിലും ബന്ധമില്ല, ഇയാൾ നിരപരാധിയാണെങ്കിൽ ഇയാളെ വിട്ടയച്ചേക്കാം. എന്താണെങ്കിലും 9 മണിയോടെ ഈ നാടിനെ നടുക്കിയ അരുൺ കൊലപാതകത്തിൽ പ്രതികളെ ഇവിടെ എത്തിക്കും.
നിലവിൽ പോസ്റ്റ്മോർട്ടത്തിന് പോലും എന്താണ് മരണകാരണമെന്നതടക്കം വ്യക്തമല്ല. കാരണം 1 മാസത്തോളം മൃതദേഹത്തിന് പഴക്കമുള്ളത് കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ സങ്കീർണമായിരുന്നു. ഈ മരണത്തിന് ശേഷം, അതായത് കൊലയ്ക്ക് ശേഷമായിരുന്നു വലത്തെ കൈ ഒടിച്ചതടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന വിവരമാണ് പോലീസിനുള്ളതെങ്കിലും അത് ആന്തരിക അവയവങ്ങളടക്കമുള്ള പരിശോധനകൾ, ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ വ്യക്തമായ മരണകാരണം അറിയാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ മാസം ഏകദേശം 7-ാം തീയതി രാത്രിയോടുകൂടിയാണ് ഈ സുഭദ്ര, 73-കാരിയായ എറണാകുളം സ്വദേശി സുഭദ്ര കൊല ചെയ്യപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ കൊല ചെയ്യുന്നതിന് മുൻപ് തന്നെ കുഴിയെടുത്തിരുന്നു. 7-ാം തീയതി രാത്രി സുഭദ്ര കൊല ചെയ്യപ്പെടുമ്പോൾ അതിന് മുൻപ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കുഴിയെടുത്തു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. SK. താങ്ക് യു. മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്.